അപ്പൊ ഞാൻ ഈ കാര്യം ആ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ ആൻസർ ആണ് എനിക്ക് ശരിക്കും ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയത്. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസം ഈ ചാലഞ്ച് ചെയ്യാൻ എനിക്കൊരു മൂഡില്ല, ഞാൻ നെക്സ്റ്റ് മന്ത് എന്തായാലും ചേച്ചി ചാലഞ്ച് ഇടുമല്ലോ, ആ സമയത്ത് ഞാൻ ചെയ്യാം എന്നുള്ള ഒരു ആൻസർ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വോക്ക് ആൻഡ് ഫാസ്റ്റ് ചാലഞ്ചിന്റെ 3rd വീക്കിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീക്കിലേക്കുള്ള മീൽ പ്ലാൻ ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തു, എല്ലാം പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ചിലരൊക്കെ ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ കാണാറുണ്ട്, ഇന്നാണ് വീഡിയോ കണ്ടത്, ഇന്ന് മുതൽ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ ചാലഞ്ചിന്റെ ചെറിയൊരു ഡീറ്റെയിലിംഗ് ഞാൻ തരികയാണ്. നമ്മളൊരു 30 days ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചാലഞ്ച് ആണ് ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം IF ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു റെഗുലർ പാറ്റേൺ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു 8 മണിക്ക് മുന്നേ ആയിട്ട് ഡിന്നർ ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു 5K to 10K സ്റ്റെപ്സ് കവർ ചെയ്യാന്നുള്ളതാണ്. അതിന്റെ കൂടെ ഒരു 2 ലിറ്റർ വാട്ടർ ടാർഗറ്റ്. ഇത്രയാണ് നമ്മുടെ ചാലഞ്ച്. വളരെ സിമ്പിൾ എഫക്റ്റീവ് ചാലഞ്ചാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചാലഞ്ചാണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ ഏറ്റവും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗോൾ വെയിറ്റിലോട്ട് റീച്ച് ചെയ്യാൻ നോക്കുക. അപ്പൊ അതാണ് പറയാനുള്ളത്. അപ്പൊ ഇന്ന് ആക്ച്വലി ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് 3rd and 4th വീക്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീൽ പ്ലാനിന്റെ ഡീറ്റെയിൽസും ആയിട്ടാണ്. അതിനു മുമ്പ് ഞാനൊരു ഫണ്ണി തിങ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ശരിക്കും എനിക്ക് എന്റെ മൈൻഡിൽ പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. 2 to 3 days മുന്നേ എന്നെ ഒരു കുട്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അഡ്മിഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫെബ്രുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തവണ 3 weeks 4 weeks 45 days ട്രാൻസ്ഫോർമേഷൻ, 90 days ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാംസും BFIT സ്ക്വാഡിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയൊക്കെ നമ്മൾ വാട്സപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ ഒരു കുട്ടി കോൺടാക്ട് ചെയ്തതാണ്. അപ്പൊ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ നമ്മുടെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസും ഒക്കെ തന്നെ കൊടുത്തു. അപ്പൊ ഈ കുട്ടി കുറച്ച് നേരം, ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു കേട്ടോ. ചില ക്ലയൻസ് ഒക്കെ അങ്ങനെയാണ്, ഒരുപാട് നേരം സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടായിരിക്കും അവർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. പക്ഷേ ഫൈനലി കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡയറ്റ് പ്ലാന് ഫ്രീ ആയിട്ട് ചെയ്തു തരാമോ എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാമോ. പക്ഷേ നമുക്കത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മുടെ BFIT സ്ക്വാഡിലെ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് ആണ് മീൽ പ്ലാനുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ ഒരു ക്ലയന്റിന് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തായാലും സാലറി കിട്ടണം. സാലറി ഇല്ലാതെ ആരും തന്നെ വർക്ക് ചെയ്യില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്രീ പ്ലാൻ കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിലുള്ള ഒരു കാര്യമാണെന്നാണ്. ഒരിക്കലും അല്ല. നമ്മളിപ്പോൾ ഒരു കോമൺ മീൽ പ്ലാൻ തരിക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഒരു കോമൺ മീൽ പ്ലാൻ, ഇപ്പൊ നമ്മുടെ ചാനലിലൊക്കെ ഇടുന്നത് കോമൺ മീൽ പ്ലാൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള മീൽ പ്ലാൻ ഉണ്ടാക്കാൻ പിന്നെയും അത്യാവശ്യം എളുപ്പമാണ്. പക്ഷെ ഒരു പേഴ്സണിന് വേണ്ടി കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു മീൽ പ്ലാൻ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ട് ഉള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ വൈറ്റൽസ് ഒക്കെ എടുത്ത്, അതായത് നിങ്ങളുടെ കറന്റ് വെയിറ്റ്, ഹൈറ്റ്, നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ്, നിങ്ങൾക്ക് ഫുഡ് അലർജി ഉണ്ടോ, ഗ്ലൂട്ടൻ അലർജി ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞ് എല്ലാം ചിട്ടപ്പെടുത്തിയിട്ടായിരിക്കും നമ്മളൊരു മീൽ പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് കോസ്റ്റ് എന്തായാലും ഉണ്ടാവും. അത് ഫ്രീ ആയിട്ട് ഒരാൾക്കും സമയം ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കോസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കസ്റ്റമൈസ്ഡ് മീൽ പ്ലാൻ ഒരിക്കലും നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഫ്രീ മെഡിസിൻ ചോദിക്കുന്ന പോലെയാണ്. ഡോക്ടേഴ്സ് ഒരിക്കലും ഫ്രീ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യില്ല. അതേപോലെ തന്നെയാണ് ഒരു ഡയറ്റ് പ്ലാനും. ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ചോദ്യത്തിന്റെ പോലും ആവശ്യമില്ല. പിന്നെ ചിലരൊക്കെ പറയുന്ന കാര്യമാണ്, പിന്നെ എനിക്കിപ്പോൾ പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ ഫീസ് അടയ്ക്കാൻ പറ്റില്ല, ഡയറ്റ് പ്ലാൻ തരൂ, ഡയറ്റ് പ്ലാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയാൽ എന്റെ വെയിറ്റ് കുറഞ്ഞാലും ഞാൻ പേയ്മെന്റ് ചെയ്യാമെന്ന്. ഇതും സെയിം നിങ്ങൾ ഡോക്ടേഴ്സിന്റെ ഒരു സർവീസുമായിട്ടൊന്ന് നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഡോക്ടർ കൺസൾട്ട് ചെയ്തു, ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു, മരുന്ന് വാങ്ങി, ആ മരുന്ന് നിങ്ങൾ കഴിച്ചു നോക്കി, നിങ്ങളുടെ അസുഖം മാറിക്കഴിഞ്ഞാലാണോ നിങ്ങൾ ഡോക്ടറിന് ഫീസ് കൊടുക്കുന്നത്? അല്ല. ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിസ്ക്രൈബ്ഡ് മെഡിസിനേക്കാളും ഒരുപാട് പവർഫുൾ ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് പലരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ഒരുവിധം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ നമ്മുടെ ചാനലിൽ ഒരു ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ റെഗുലർലി ചാലഞ്ച് ചെയ്യുന്ന ഒരേ ഒരു ചാനലായിരിക്കും ചിലപ്പോൾ നമ്മുടേത്. എല്ലാ മന്തിലും ഞാൻ ചാലഞ്ചസ് ചെയ്യാറുണ്ട്. കഴിയുന്നതും ഫ്രീക്വന്റ്ലി എല്ലാ മന്തിലും ഞാൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ 2 weeks പ്ലാൻ ആയിരിക്കാം, 4 week 3 week അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എല്ലാ മാസവും ചാലഞ്ച് ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മുടെ ഹാപ്പി വൈബ്സ്. അപ്പൊ ഞാൻ ഈ കാര്യം ആ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ ആൻസർ ആണ് എനിക്ക് ശരിക്കും ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയത്. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസം ഈ ചാലഞ്ച് ചെയ്യാൻ എനിക്കൊരു മൂഡില്ല, ഞാൻ നെക്സ്റ്റ് മന്ത് എന്തായാലും ചേച്ചി ചാലഞ്ച് ഇടുമല്ലോ, ആ സമയത്ത് ഞാൻ ചെയ്യാം എന്നുള്ള ഒരു ആൻസർ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ മാസവും ചാലഞ്ചസ് അല്ലെങ്കിൽ ഓരോ ആഴ്ചയും ചാലഞ്ചസ് ആയിട്ട് ഞാൻ വരാറ്. അതിനിടയിൽ ഒരുപാട് എനിക്ക് പേഴ്സണൽ പ്രശ്നങ്ങൾ വരാറുണ്ട്, ജോലി തിരക്കുകൾ വരാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എത്രയൊക്കെ എൻഗേജ്ഡ് ആയാലും നമ്മുടെ ചാനലിൽ
ഈ ഒരു ചാലഞ്ചസ് ഇടുന്നതിന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാലഞ്ചസ് മാത്രം ഫോളോ ചെയ്തിട്ട് ഡെഡിക്കേഷനോടെ ചെയ്തിട്ട് 20 കിലോ 30 കിലോ ഒക്കെ കുറച്ച ആളുകളുണ്ട്. അത് നമ്മുടെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപാട്, അതായത് നമുക്ക് കിട്ടുന്ന ആ ഒരു കോണ്ടന്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ്, അതേപോലെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ മാസവും കഴിയുന്നതും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചാലഞ്ചസ് ഇടുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഫ്രീക്വന്റ്ലി ചാലഞ്ചസ് ഇടുന്നതിലൂടെ കുറച്ച് ഒരു വിഭാഗം പേരെയെങ്കിലും ഞാൻ ഇങ്ങനെ എന്താ പറയാ ലേസി ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവര് ഓക്കെ, ഈ മാസം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ചാലഞ്ച് വരുമല്ലോ, ആ സമയത്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ പോസ്റ്റ്പോൺ ചെയ്ത് അവസാനം ഒന്നും തന്നെ ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലോട്ട് ഒരു വിഭാഗം ആളുകളെ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ടോ എന്ന് എനിക്കിപ്പം സംശയം തോന്നുകയാണ്. അത് വളരെ കുറച്ചൊരു വിഭാഗമായിരിക്കും, പക്ഷെ എന്നാലും അത് നമുക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ആ കുട്ടീന്റെ അടുത്ത് പറഞ്ഞു, എടാ മൂഡില്ല, മൂഡ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ എന്തോ ഒരു മാജിക്കിന് വേണ്ടി നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല. ചിലപ്പോ ഒക്കെ ഞാൻ ഇത് നമ്മുടെ കമന്റ് സെക്ഷനിൽ തന്നെ കാണാറുണ്ട്. നമ്മുടെ ഒരു ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരു 15ാമത്തെ ദിവസമോ അല്ലെ 2 വീക്സ് ഒക്കെ ഫിനിഷ് ചെയ്യുന്ന ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോ ചിലരൊക്കെ വന്ന് കമന്റ് ചെയ്യുന്നത്, നെക്സ്റ്റ് ചാലഞ്ചിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, ഈ ചാലഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഒരു ചാലഞ്ച് നമ്മൾ എന്താ പറയുക ചിട്ടപ്പെടുത്തി എടുക്കുന്നത്. ഡയറ്റ് പ്ലാൻ ഒക്കെ കറക്റ്റ് ആക്കി സെറ്റാക്കി, വർക്ക്ഔട്ട് സെറ്റാക്കി. നമ്മുടെ ചാനലിൽ ഇടുന്ന ഓരോ ചാലഞ്ചസും ഒരുപാട് എഫേർട്ട്, അതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ടും പ്ലാനിങ്ങും ഉണ്ട്. നമ്മൾ വെറുതെ ഒരു ദിവസം ഒരു ഡയറ്റ് പ്ലാൻ അങ്ങ് റിലീസ് ചെയ്തു, ഒരു ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു വീഡിയോ ഇടുകയല്ല, അതിന്റെ പുറകിൽ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ നമ്മൾ ഇരുന്ന് നെക്സ്റ്റ് മന്തിലേക്കുള്ള ചാലഞ്ച് ചിലപ്പോൾ ഞാൻ ഈ മന്തിൽ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ മാസവും നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ചാലഞ്ചും നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അത് ആ കിട്ടുന്ന ചാലഞ്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ ഇനി അടുത്ത മാസം വരാനിരിക്കുന്ന എന്തോ ഒരു മാജിക്കിന് വേണ്ടി പലരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് പലപ്പോഴും ഇപ്പൊ തോന്നാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കറന്റ് നമ്മുടെ ചാനലിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഈ ചാലഞ്ചസ് ഒക്കെ വളരെയധികം എഫക്റ്റീവ് ആണ് താനും. അത് ഞാൻ വളരെയധികം കോൺഫിഡന്റോടെ തന്നെ പറയും. കാരണം ഈ ഒരു ചാലഞ്ചസ് ഒക്കെ ചെയ്തിട്ട് 30 കിലോ വരെ കുറച്ച ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ചാലഞ്ചസ് ആണ് ഞാൻ ചെയ്തത്. ഏകദേശം 4 വർഷമായി നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം ഒരു 800+ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1000 ആവാനായി എന്ന് തോന്നുന്നു. ഈ 1000 വീഡിയോസിൽ ഭൂരിഭാഗവും നമ്മൾ ചാലഞ്ചസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡയറ്റ് പ്ലാൻസ് ഉണ്ടാവാം, വർക്ക്ഔട്ട് റുട്ടീൻസ് ഉണ്ടാവാം, പലതരത്തിലുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ ഇനി വരാനിരിക്കുന്ന എന്തിനോ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ വിലപ്പെട്ട സമയമാണ് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊന്നും വെയിറ്റ് ലോസ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഇത്രയൊന്നും എന്താ പറയുക സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്രയൊന്നും റിസോഴ്സസ് എനിക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ ഞാൻ സ്വന്തം ചിട്ടപ്പെടുത്തി എടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരുപാട് ടീഡിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ആ സമയത്തൊക്കെ. ഒരു വർക്ക്ഔട്ട് റൂട്ടീനെ കണ്ടുപിടിക്കുക. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കണ്ണിന്റെ മുന്നിലുണ്ട്, ഒരു കയ്യകലത്തിലുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ കയ്യിൽ എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഈ ഫ്രീ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഒന്നും തന്നെ യൂട്ടിലൈസ് ചെയ്യാതെ നമ്മൾ എന്തിനോ വേണ്ടി കാത്തിരുന്ന് നമ്മുടെ സമയം കളയാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ചാലഞ്ചസ് ഒക്കെ തന്നെ നിങ്ങൾ ഒന്നിരുന്ന് നമ്മുടെ ചാനലിലൊക്കെ നോക്കി നോക്കുക. ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള നീറ്റ് ടെക്നിക്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചാലഞ്ച്, പലതരത്തിലുള്ള ചാലഞ്ചസും എനിക്ക് പറയാൻ അറിയില്ല, അത്രയും ചാലഞ്ചസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ വ്യൂവേഴ്സിന് അറിയായിരിക്കും എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടാണ് ഓരോ ചാലഞ്ചസും അവർ ഫിനിഷ് ചെയ്തത്. ഒരു കോമൺ ഡയറ്റ് പ്ലാനും വർക്ക്ഔട്ട് റുട്ടീനും ഒക്കെ ഫോളോ ചെയ്തിട്ട് 30 കിലോ ഒക്കെ കുറയ്ക്കുക എന്ന് പറയുന്നത് എന്താണ് ശരിക്കും നമുക്ക് പറയേണ്ടത്, അത്രയും നമ്മൾ പ്രശംസിക്കേണ്ട അല്ലെങ്കിൽ അത്രയും ഒരു പ്രൗഡ് മൊമെന്റ് ആണത്. പലർക്കും അവരുടെ ബോഡി ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് കിട്ടിയിട്ട് പോലും റിസൾട്ട് ഒരുപാട് വൈകുന്നത് കാണാറുണ്ട്. ആ ഒരു സമയത്താണ് ഒരു കോമൺ ഡയറ്റ് പ്ലാൻ വഴി ഇത്രയും റിസൾട്ട് കിട്ടിയ ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളത്. അപ്പൊ അവരുടെ ഡെഡിക്കേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എല്ലാവരും ഒരേപോലെയാണ് വീഡിയോ കാണുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ. പക്ഷെ ഒരു വിഭാഗം ആളുകൾ വളരെ ആത്മാർത്ഥതയോടെയാണ് ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ കിട്ടുന്ന ഡയറ്റ് പ്ലാനുകളും വർക്ക്ഔട്ട് റുട്ടീനും ടിപ്പുകളും ഒക്കെ അവർ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് അവരുടെ ഐഡിയൽ വെയിറ്റ് അവർ റീച്ച് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ മറ്റൊരു വിഭാഗം എന്താ പറയുന്നത്, നെക്സ്റ്റ് മന്തിലേക്കുള്ള ചാലഞ്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പലതരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ റിസോൾവ് ചെയ്യാൻ പറ്റാവുന്ന പല റീസൺസും പറഞ്ഞ് ഓരോ മാസവും നെക്സ്റ്റ് മന്ത് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക വെയിറ്റ് ലോസ് ജേർണി ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, മിസ്റ്റേക്ക് ആരുടെ ഭാഗത്താണ്? നമുക്കിവിടെ റിസോഴ്സിന്റെ ഒന്നും അഭാവമില്ല, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഈവൻ നമ്മുടെ ചാനലിൽ തന്നെയുള്ള കോണ്ടന്റ്സ് മാത്രം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഐഡിയൽ വെയിറ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ വെയിറ്റിലോട്ടോ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു കുട്ടിയുടെ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരുപാട് വിഷമം തോന്നി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ആയി പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. ഇങ്ങനെയുള്ള മെസ്സേജസ് വരുന്നുണ്ടെങ്കിൽ കൂടെ ഇപ്പോഴും ഞാൻ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കമന്റ്സുകളാണ്. ചില കമന്റുകളൊക്കെ കാണുമ്പോൾ അത്രയും സന്തോഷം നമുക്ക് തോന്നുകയാണ്, അത്രയും മോട്ടിവേഷൻ നമുക്ക് തോന്നുകയാണ്. കാരണം നമ്മുടെ ചാനലിൽ വരുന്ന ചാലഞ്ചസ് ചെയ്ത്, ടിപ്പുകൾ ഫോളോ ചെയ്ത്, ഡയറ്റ് പ്ലാൻസ് ഫോളോ ചെയ്ത് ഇത്ര കിലോ കുറച്ചു, PCOD റിവേഴ്സ് ചെയ്തു, തൈറോയിഡ് റിവേഴ്സ് ചെയ്തു, കൺസീവ് ആവാൻ പറ്റി, എന്റെ ഐഡിയൽ വെയിറ്റിൽ റീച്ച് ചെയ്യാൻ പറ്റി, എന്റെ കൊളസ്ട്രോൾ മാറി, എന്റെ ഫാറ്റി ലിവർ മാറി, ഇങ്ങനെയൊക്കെ കമന്റ്സ് കാണുമ്പോൾ
വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു തരാൻ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും ചാലഞ്ചസ് ചെയ്യും, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്ത് റിസൾട്ട് കാണിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യുക, അതിനെ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഇപ്പം കുറെ പേരൊക്കെ പല എക്സ്ക്യൂസസും കാരണം നമ്മുടെ ചാലഞ്ച് ചെയ്യാത്തവരുണ്ടാവാം. അപ്പൊ അവര് ഇന്ന് മുതലെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇന്ന് മുതലെങ്കിലും നിങ്ങളുടെ ചാലഞ്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ എല്ലാവരും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് നിങ്ങളെ വഴക്ക് പറയുന്നതായിട്ടോ അഡ്വൈസ് ചെയ്യുന്നതായിട്ടോ ഒന്നും തോന്നരുത്. എന്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പൊ അത് കുറച്ച് പേർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഇനി നമ്മുടെ ചാലഞ്ചിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, ഇനി 3rd and 4th വീക്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാനുള്ള ഒരു കോമൺ മീൽ പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കസ്റ്റമൈസ്ഡ് പ്ലാനും കോമൺ മീൽ പ്ലാനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. കസ്റ്റമൈസ്ഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച്, നിങ്ങളുടെ ബോഡി കണ്ടീഷൻസിനനുസരിച്ച്, നിങ്ങളുടെ പ്രിഫറൻസിനും നിങ്ങളുടെ രോഗാവസ്ഥയൊക്കെ അനുസരിച്ച് ഒരു ഡയറ്റീഷ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്ലാനിനെയാണ് കസ്റ്റമൈസ്ഡ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തായാലും നിങ്ങൾക്ക് വളരെയധികം റിസൾട്ട് തരുന്ന ഒരു പ്ലാൻ ആയിരിക്കും. പക്ഷെ ഒരു കോമൺ പ്ലാൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചിലർക്ക് വർക്കാവാം, ചിലർക്ക് വർക്കാവില്ല. അപ്പോൾ ആ ഒരു ഡിസ്ക്ലെയിമർ എന്തായാലും നമുക്ക് തരാതിരിക്കാൻ പറ്റില്ല. കസ്റ്റമൈസ്ഡ് മീൽ പ്ലാൻ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറ്റീഷ്യന്റെ കീഴിലോ അല്ലെങ്കിൽ ഈവൻ ബിഫിറ്റ് സ്ക്വാഡിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ പേഴ്സണലൈസ്ഡ് ആൻഡ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ മോണിറ്റർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഗോൾ വെയിറ്റ് റീച്ച് ചെയ്യുന്നവരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ചാനലിൽ ഞാൻ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള കോമൺ മീൽ പ്ലാനുകൾ ആവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവും. അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ചാലഞ്ചസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. ഒരുപാട് പേര് റിസൾട്ട് കിട്ടി അവരുടെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തവരുണ്ട്. അതിലൊരാളായിരിക്കട്ടെ നിങ്ങളും. നെക്സ്റ്റ് 2 വീക്സിലേക്കുള്ള മീൽ പ്ലാൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് 2 വീക്സിലേക്ക് നിങ്ങൾ ഫോളോ ചെയ്യാനുള്ള മീൽ പ്ലാൻ കംപ്ലീറ്റ്ലി അവിടെ വിസിബിൾ ആയിരിക്കും. അത് നോക്കി കഴിയുന്നതും അതേപടി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മുടെ ഡയറ്റ് പ്ലാൻ അല്ലാതെ ഒരു നോർമൽ പ്ലാൻ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരം തന്നെയാണ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു പോർഷൻ കൺട്രോൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഹെൽത്തി ആഹാരങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ 2 ലിറ്റർ വാട്ടർ ടാർഗറ്റ് നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ സ്റ്റെപ്പ് ടാർഗറ്റ് നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചില ദിവസങ്ങളിൽ പറ്റിയെന്ന് വരില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുക. അറ്റ്ലീസ്റ്റ് യു ആർ ട്രൈങ്, അത് മാത്രം നിങ്ങൾ വിചാരിക്കുക. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാളും നല്ല. ഇപ്പൊ ആഴ്ചയിൽ നിങ്ങൾ 5 ദിവസം ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ നിങ്ങൾക്ക് 3 ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതും ഒരു വലിയൊരു കാര്യമാണ്. നിങ്ങൾ ട്രൈ ചെയ്തു, അത് നിങ്ങൾ വിചാരിക്കുക. ഈ ഒരു 30 ഡേയ്സ് ചാലഞ്ച് ഫിനിഷ് ചെയ്യുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ഒരു 5 kg എങ്കിലും എല്ലാവർക്കും റെഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ കുറെ ലെക്ചറൊക്കെ അടിച്ച് നിങ്ങളെ ബോർ അടിപ്പിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു കോൾ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കണ്ണ് തുറപ്പിക്കലായിരിക്കാം എന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.